ഹായ്, എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. കുറേ പേരോട് ചോദിച്ചപ്പോൾ എന്നോട് ഇവിടെ വന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വന്നവരും എൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ മോനും മോളും ഒക്കെ അവരൊക്കെ പറയുന്നത് അമ്മ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യ്. കെവിൻ ഇന്നലെ എന്നോട് പറഞ്ഞു അമ്മ ഒരു ഒരു ഡിഷ് ഉണ്ടാക്കണം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അത് അമ്മ ഉണ്ടാക്കിയിട്ട് അതൊരു വ്ളോഗായിട്ടിട്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പം യെസ്, വ്ളോഗ് ചെയ്യാനൊരു കണ്ടൻറ്റും കൂടെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതാണ്. ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ബീഫും വെജിറ്റബിളും കൂടെ ചേർത്തിട്ടുള്ളൊരു ഒരു ഡിഷാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. പക്ഷേ നമ്മൾ കുക്കറിലാണത് വേവിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു 10 വിസിൽ കൊണ്ട് അത് റെഡിയായി കിട്ടും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് അതെന്നെ പഠിപ്പിച്ചത്. ഞാൻ ഇന്നലെ കെവിൻ എന്നോട് പറഞ്ഞു അമ്മ ഇന്നൊരു ബീഫിൻ്റെ ആ ഡിഷ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതൊക്കെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിക്കുമ്പം ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ബീഫാണേലും ചിക്കനാണേലും മട്ടനാണേലും നമ്മൾ വെക്കുമ്പം പ്രത്യേകിച്ച് മീറ്റ് വെക്കുമ്പം അതിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അല്ലാതെ മസാലയുടെയോ അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന ഒനിയൻ്റെയോ ജിഞ്ചറിൻ്റെയോ ഒന്നും അല്ല ടേസ്റ്റ് അല്ല വരേണ്ടത്. ബീഫിൻ്റെ ആണെങ്കിൽ ബീഫിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് പോലെ വേണം നമ്മൾ മസാലകൾ ചേർക്കാൻ. പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കണ്ട. പക്ഷേ ബീഫിൻ്റെ ഫാറ്റ് നിങ്ങൾക്ക് അറിയാലോ, റെഡ് മീറ്റിൻ്റെ ഫാറ്റ് ഭയങ്കര കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ 2 മന്ത്സിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുക. പിന്നെ നോർമലി എനിക്ക് ഗസ്റ്റ് വന്നാൽ, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഗസ്റ്റ് വന്നാൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കും. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മോൻചാൻ്റെ ബ്രദേഴ്സും അവരൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ പോയി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് കാണിക്കാം. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഹലോ, നമുക്കപ്പം കുക്കിംഗ് തുടങ്ങാം. ഞാൻ ആക്ച്വലി എൻ്റെ മെയ്ഡ് ഷൈനി പുള്ളിക്കാരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൈസ് വരെ ഏകദേശം ഇത്ര ഒരു സൈസിൽ ഒരു 2 ഇഞ്ചൊക്കെ വരുന്ന പോലെ സ്ക്വയറായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഫാറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ, ഇങ്ങനത്തെ ഫാറ്റുകൾ അതും കുറച്ചിട്ടുണ്ട്. നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 2 കിലോ ബീഫാണ് ഇത്. ഓൾമോസ്റ്റ് 2 കിലോ ഉണ്ട്. 2 കിലോ ഞാൻ വാങ്ങിച്ചായിരുന്നു. കുറച്ച് ഫാറ്റൊക്കെ എടുത്ത് കളഞ്ഞു. പക്ഷേ കുറച്ച് ഫാറ്റ് ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാം. കുക്കിംഗ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ ഇതിനെ പീസാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല ക്ലീനായിട്ട് കഴുകി എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതാണ് ബീഫ്. ദെൻ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കിലോയ്ക്ക് ഒരു 6-7, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി എരിവ് ഇവിടെ ഇഷ്ടമില്ല, അതുകൊണ്ടൊരു 7-8 പച്ചമുളക് മാത്രമാണ് 1 കിലോയ്ക്ക്. അപ്പോൾ 2 കിലോയ്ക്ക് ഒരു 15-16 മുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നിറച്ച് ഉള്ളി അരിഞ്ഞതുണ്ട്. അത്രയും ഉള്ളി, ചെറിയ ഉള്ളി, അല്ലെങ്കിൽ സവോള ആയാലും മതി. സവോള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. ദെൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് തോന്നുന്നത് ഇഞ്ചിയുടെ ഫ്ലേവർ ഇച്ചിരി കൂടുതൽ വരണം. ഞാൻ ഇച്ചിരി ഇഞ്ചി കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ തിന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്, അതാണ്. ഇഞ്ചിയുണ്ട്. ദെൻ ഗാർലിക് ഒത്തിരി വേണ്ട. ഗാർലിക് ഞാൻ കുറച്ചേ ഇടാറുള്ളൂ. എന്ന് വെച്ചാൽ അത് കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ ആ സ്മെല്ലും ആ സ്പൈസിനെസ് ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് മുന്നേ ഈ ബീഫിൻ്റെ ടേസ്റ്റിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ യൂഷ്വൽ കരിയാപ്പില ഇല്ലാത്ത. അപ്പം നമുക്ക് ബീഫ് തുടങ്ങാം. ഇതെല്ലാം വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ആക്ച്വലി ഇത് നമ്മൾ വഴറ്റു അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരെ ഡയറക്റ്റ്. ഹലോ, ഇത് എവിടെ പോയിട്ട് വരുന്ന വഴിയാ? പള്ളി പോയോ? നന്നായി. കേവനെന്തി വ്ളോഗ് യെസ്. നീ ഇന്നലെ പറഞ്ഞില്ലേ എന്നോട് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് ജീവിതത്തിൽ വിചാരിച്ചതല്ല, കുക്കിംഗ് വ്ളോഗ്. പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് നിനക്കിത് കഴിക്കണം, അതുകൊണ്ടാണ് നീ എന്നോട് പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് ഈ ബീഫിൻ്റെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് കഴിക്കാനല്ലേ, പക്ഷെ ഇത് ചെയ്യണം. ഇന്ന് അമ്മ വ്ളോഗ് ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനിത് കഴിക്കാൻ കൊതിയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നീറ്റാക്കി. പിന്നെ ഇതിനകത്ത് കെവിൻ ഒരു നല്ല ഉഗ്രം കുക്കാണ് കേട്ടോ. സിവിയ ഡെസേർട്ടും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അല്ലല്ല, കെവിൻ ഭയങ്കര കുക്കാ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ അവൻ്റെ കൂടെ അടുക്കള കയറരുത്. അബദ്ധത്തിൽ പോലും കിച്ചണിൽ കയറരുത്. കയറി കഴിഞ്ഞാൽ അവൻ്റെ കത്തി വേണം, അവൻ്റെ കട്ടിംഗ് ബോർഡ് വേണം, എല്ലാം വേണം. എന്നിട്ട് അസിസ്റ്റന്റിനെ വേണം. 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ കുക്കായിട്ട് അങ്ങ് പെരുമാറും.
അപ്പം നമ്മൾ വെറും ലാസ്റ്റ് എന്നാ പറയുന്നത് ഒരു ഇതായിട്ട് മാറും. അമ്മ കത്തി പിടിക്കുന്നത് ശരിയല്ല, അമ്മ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, അല്ലാതെ കത്തി ഇങ്ങനെയല്ല, ഒനിയൻ ഇങ്ങനെയാണ് മുറിക്കേണ്ടത്, ഗാർലിക് ഇങ്ങനെ അല്ലടാ ശരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിബിയ ഓൾ ദ ബെസ്റ്റ്. നിനക്ക് സിബിയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ലെന്ന് എനിക്കറിയാം. വല്ലപ്പോഴും ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, പാർട്ടിക്കൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്നാക്സ് ഒക്കെ കൂടുതലും പുള്ളി സ്നാക്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹെവി ഫുഡൊന്നും അല്ല, വലിയ ഫുഡൊന്നും എല്ലാം ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ അതിനേക്കാളും പുള്ളിക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ വെറൈറ്റി സാധനം, ഭയങ്കര പണിയുള്ള സാധനം, വേറിട്ട് കുളിച്ച് നമ്മൾ അവസാനം ചാവും, അതുപോലത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഇത് ഓക്കെ. അപ്പം ഇല്ല, ആദ്യം കുക്കറിൽ നമുക്ക് വേവിക്കണം. അപ്പോൾ കുക്കർ എടുത്തു, അതിലേക്ക് ഒരു 2 കിലോ ബീഫാണേ. അപ്പം എന്നിട്ട് നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്ന ഇതാണ്, അത് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫാറ്റ് ഇത്തിരി വാങ്ങിച്ചു, കുറച്ച് സെപ്പറേറ്റ് ഫാറ്റ് വാങ്ങിച്ചു. അതെന്ന് വെച്ചാൽ നമുക്കങ്ങനെ എടുത്തങ്ങ് കളയാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. എന്നു വെച്ചാൽ വെജിറ്റബിളിൽ ഈ ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല, അത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കിയാൽ മതി. എന്നു വെച്ചാൽ ഇത്രയും ഫാറ്റ് ദേഹത്ത് ചെല്ലുന്നത് നല്ലതല്ല. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു മാജിക്കും ഇല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ്. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എറണാകുളത്തൊക്കെ ഉള്ള എല്ലാവരും ഉണ്ടാക്കും. ഞാൻ അതിനകത്ത് കുറച്ച് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യും, അതേ ഉള്ളൂ. എൻ്റേതായ കുറച്ച് ഇൻപുട്സ്. പിന്നെ ഇഞ്ചി ഇത്രയും ഇഞ്ചി തന്നെ ഇടണം, എന്ന് വെച്ചാൽ ഇഞ്ചിയാണ് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ, ഇഞ്ചിയുടെ ഫ്ലേവർ ഇച്ചിരി നല്ലതായിട്ട് വേണം. ദെൻ ഞാൻ ഇത്രയും ഒരു ഗാർലിക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് നീളത്തിലായിരിക്കുന്നത് അത്. ദെൻ ഉള്ളി ദേ ഒരു, ഞാൻ പറഞ്ഞത് 2 കിലോ ഉള്ളിക്ക് ഒരു 1/4 കിലോ ഉള്ളിയുടെ താഴെ 2 കപ്പ്, ഇതിനൊരു 2 കപ്പ് ഉള്ളിയൊക്കെ മതി. അതിൽ കൂടുതൽ ഉള്ളി ആയാൽ ഉള്ളിയുടെ ആ ഒരു ഉള്ളി വന്നിട്ട് മസാല ഇങ്ങനെ മൊത്തത്തിൽ ഗ്രേവിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ഇതൊരു ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ട് കിടക്കേണ്ട ഒരു കറിയാണ്. അപ്പോൾ ആ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറിയ ഉള്ളിയാണ്, ഒരു പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്താൽ മതി. ഉള്ളി ഇടണം. തന്നെ ഒരു 16-17, 1 കിലോയ്ക്ക് ഞാനൊരു 8 പച്ചമുളക്, അല്ലെങ്കിൽ ഒരു 9 പച്ചമുളക്. കരിയാപ്പില നല്ലതായിട്ട് കരിയാപ്പില ഇട്ടു. ഓക്കെ, ഇനി സോൾട്ട് വേണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ, 2-2.5 ടീസ്പൂൺ ഉപ്പിട്ടു. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇടാം. ഇതെൻ്റെ സ്റ്റാഫ് ഷൈനി കേട്ടോ, എൻ്റെ കിച്ചണിലെ ആൾ ചേർത്തലക്കാരിയാണ്. ഭയങ്കര ഫാസ്റ്റാണ്, സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ്. അപ്പം ഞാൻ രാവിലെ ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ച് വെപ്രാളം പിടിച്ച് ജോലി ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ പറയും, ഇത്രയും സ്പീഡിലൊന്നും ചെയ്യണ്ട, സമാധാനമായിട്ട് ചെയ്താൽ മതി, ഉച്ചയ്ക്ക് തന്നെ ലഞ്ച് ഉച്ചയ്ക്ക് മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് ഈ ഷൈനി. നമുക്ക് കുക്കിങ്ങിനുള്ള എല്ലാ സാധനവും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇതൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1-1.5-2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് ഇതിൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ട് വേണം ഈ വെജിറ്റബിൾ ഇടേണ്ടത്. ഞാനിപ്പോൾ വെണ്ടയ്ക്കയും ക്യാബേജും എടുത്തിരിക്കുന്നത്. കപ്പ ഇടുന്നവരുണ്ട്, കപ്പയാണ് കൂടുതലും എല്ലാവരും കപ്പ ഇടുന്നത്. ഞാൻ ഒത്തിരി കാർബ് ആയത് കാരണം കപ്പ അധികം ഇടാറില്ല. വെണ്ടയ്ക്കയും ക്യാബേജും ലാസ്റ്റ് ഇടും നമ്മൾ. എന്നിട്ട് അത് വേകുമ്പോൾ ആദ്യം അതെടുത്ത് നമുക്ക് കഴിക്കും. ഇപ്പോൾ 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാനിത് ഇങ്ങനെ ചേർത്തൊക്കെ കൊടുത്തിട്ടങ്ങ് പോകാറേ ഉള്ളൂ. രാവിലെ എപ്പോഴും തിരക്ക് പിടിച്ചല്ലേ പോവുക. അപ്പം ഇതൊക്കെ ചെയ്ത് കുക്ക് ചെയ്ത് വെക്കാൻ പറയും. എന്നിട്ട് മിക്കവാറും ഞങ്ങൾ ഡിന്നറിനാണ് ഈ ഡിഷ് എടുക്കാറുള്ളത്. ഡിന്നറിനാകുമ്പം ഡിന്നറിൻ്റെ സമയത്തേക്ക് ഇത് വെജിറ്റബിളൊക്കെ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇത് പാത്രത്തിലാക്കി വേറൊരു പാത്രത്തിലേക്ക് വെന്ത് കഴിഞ്ഞ് മാറ്റും. കുറച്ചുകൂടി വിസ്താരമുള്ള വലിയ പാത്രം. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാബേജ് വലിയ സ്ലൈസായിട്ട് അരിയണം. ഞാൻ അത് അരിയുന്നത് കാണിക്കാം. അത് അരിഞ്ഞിട്ട് അതും വെണ്ടയ്ക്കയും കൂടെ അതിനകത്തോട്ട് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ മുക്കി വെക്കണം. അപ്പം അതിൻ്റെ ഫാറ്റും അതിൻ്റെ ടേസ്റ്റും എല്ലാ വെജിറ്റബിളിലും ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല. വെണ്ടയ്ക്ക അതേ വെന്ത് ജസ്റ്റ് വേഗമാകുമ്പം തന്നെ അങ്ങനെ നമുക്ക് എടുക്കാം ആ കൂടെ തന്നെ. സോ അതാണ് ഈ കറി. അപ്പോൾ ഇതിന് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഒരു 10 വിസിലോളം നോക്കണം. നമുക്ക് വേണ്ടത്ര വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ബ്രോക്കലി ഇടുന്നവരുണ്ട്, ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോസ് ഇടുന്നവരുണ്ട്. ദെൻ കപ്പ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ കപ്പ ആക്ച്വലി ഭയങ്കര കാർബായതുകൊണ്ട് ഞാൻ കപ്പ അങ്ങനെ ഉപയോഗിക്കാറില്ല. വെജിറ്റബിൾസാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ക്യാബേജും
ഈ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നമുക്ക് ഇപ്പം ആളിൻ്റെ എണ്ണം അനുസരിച്ച് വെണ്ടയ്ക്കയുടെ എണ്ണവും കൂട്ടാം. ഇഷ്ടം പോലെ വെണ്ടയ്ക്ക ഇടാം. സിമ്മിലിട്ടിട്ട് അതിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഓരോ വെജിറ്റബിൾ ഇട്ടിട്ട് ഓരോ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് എടുക്കാം. ഒരു ഒറ്റ ഡിഷ് കൊണ്ട് തന്നെ നമ്മുടെ ഡിന്നർ സെറ്റാവും. വേറെ ഒന്നും കഴിക്കില്ല. ഈ വെജിറ്റബിളും മീറ്റും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നെ വയറ് ഫുള്ളാവും. സോ ഞാൻ ക്യാബേജ് ചെയ്യുന്നത്, ക്യാബേജ് കുറച്ച് കട്ടിയായിട്ട്, അതായത് ഇങ്ങനെ വീതിയിൽ സ്ലൈസ് ചെയ്യണം. ക്യാബേജ് എൻ്റെ ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്യണം. അപ്പോൾ ഇത് കളയരുത്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി പോരും. അപ്പോൾ ഇത് വേകുമ്പോൾ ആക്ച്വലി ഇതിനകത്ത് ഇങ്ങനെ ഈ ലീഫിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതിൻ്റെ ഓയിലും ഗ്രേവിയൊക്കെ കയറും. അത് നമുക്ക് അങ്ങനെ ഒരാൾക്ക് സെർവ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ദെൻ ഇതിന് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ വെണ്ടയ്ക്ക കട്ട് ചെയ്യേണ്ടത്, വെണ്ടയ്ക്കയുടെ ഈ ഹോള് കാണണം. എന്നുവെച്ചാൽ ഇതിനകത്തൂടെ ഗ്രേവി കയറണം. അപ്പോൾ അതുകൊണ്ട് ഈ ഹോള് കാണാവുന്ന രീതിയിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്യണം രണ്ട് സൈഡും. ഇങ്ങനെ വലിയ വെണ്ടയ്ക്കായിട്ട് തന്നെ, അതായത് ലോങ് ആയിട്ട് തന്നെ ആസിറ്റീസ് ഇടണം. ഇത് ഇങ്ങനെയാണ് വെണ്ടയ്ക്കയുടെ കട്ടിങ്. ഓക്കെ, ഇങ്ങനെ വെണ്ടയ്ക്കയും കട്ട് ചെയ്തു. ക്യാബേജ് നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ആ സമയത്ത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മതി നമ്മുടെ വെജിറ്റബിൾ ആഡ് ചെയ്യാൻ. എന്ത് വെജിറ്റബിൾ വേണേലും, പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ കപ്പ വേണമെങ്കിൽ കപ്പ, ബ്രോക്കലി, അങ്ങനത്തെ കോളിഫ്ലവർ, അങ്ങനത്തെ എല്ലാ വെജിറ്റബിൾസും നമുക്കിടാം. അപ്പം ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പം ഇത് കുക്കറിലിരുന്ന് ബീഫ് വേവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു തരാം. ഓക്കെ ഓക്കെ. ആക്ച്വലി ഞാൻ ബീഫ് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു 10 വിസിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഷോപ്പിൽ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവർ പണ്ടുപോലെ എനിക്ക് അറിയാവുന്ന, അപ്പോൾ അവർക്ക് വെഡിങ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞാൻ തന്നെ ചെല്ലണം. ഞാൻ ആവുന്ന പറഞ്ഞു നോക്കി, വേറെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ പറഞ്ഞില്ല, വരണം, ലേറ്റ് ആയാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ, അത് വിസിലടിച്ച് അത് വെന്തിരിക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ഷൈനിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ സെറ്റ് സാരിയൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയത്. ഈ ഡ്രസ്സിലാണ് കടയിൽ പോയത്. അപ്പം അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ശരിക്കും പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി ഞാനിപ്പം എൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ പച്ചമുളകിൻ്റെ എരിവ് വെച്ചിട്ട് ക്വാണ്ടിറ്റി ഇത്തിരി കുറവാണ്. ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പം അതിനാകെ ഒരു മുളകിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനൊരു 10 മുളക് 1 കിലോയ്ക്ക് വേണ്ടി വന്നു ഇപ്പം. അപ്പോൾ ഞാൻ ടോട്ടൽ അങ്ങനെ 22ഓളം മുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 6 ഇട്ടു. സോ അങ്ങനെ ടേസ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എരിവ് കുറവാന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യുന്ന വഴറ്റുന്നൊന്നും ഇല്ലല്ലോ, നേരെ ഇടുമല്ലേ. അപ്പോൾ നമുക്ക് മുളക് ആഡ് ചെയ്യാം. മുളകോ ഇഞ്ചി എന്തെങ്കിലും വേണമെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ നല്ല തിള വന്നു. ഇച്ചിരി വെള്ളമുണ്ട്. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഗ്രേവിക്കകത്താണ് നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ ഇടേണ്ടത്. ഞാനിപ്പോൾ ഈ കുക്കറിൽ നിന്ന് ഇത് മാറ്റി, ഈ ബീഫ് മാറ്റി വേറൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റുക. കുറച്ചുകൂടെ വിസ്താരമുള്ള, കുറച്ചും കൂടെ സ്പേസ് ഉള്ളൊരു ഇതിലേക്ക്. അതിലാണെങ്കിൽ നമുക്ക് ഈ ക്യാബേജും ഈ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് കിടന്നൊന്ന് വേവാനുള്ള സ്പേസ് ഉണ്ടാവും. സോ അതിപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ടേസ്റ്റ് ഓക്കെയാ, നമുക്ക് ഉപ്പും എല്ലാം ഓക്കെയാണേ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഞാൻ ക്യാബേജ് ഇടാമെന്ന് വെച്ചു. ക്യാബേജിന് കുറച്ചുകൂടെ വേവുള്ളത്. ക്യാബേജ് ഇങ്ങനെ ഇട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്യാബേജ് ഇടാം. അത്രയും ആൾക്കാരുണ്ട്. ഇപ്പോൾ 2-3 ക്യാബേജ് പീസ് ഇട്ടിട്ട് പിന്നീട് വേണമെങ്കിൽ അത് കഴിഞ്ഞ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്നും കൂടെ ബാക്കി വെള്ളത്തിലോട്ട് ഇട്ടാൽ മതി. ഗ്രേവിക്കകത്ത് ഇടുന്നതായിക്കോളും. അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇങ്ങനെ ഫുള്ളായിട്ട് മുങ്ങി കിടക്കുന്ന പോലെ വേണം ഇടാൻ. ഇട്ട് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് റെഡിയാക്കാം. ആക്ച്വലി ഇത് ചൂടോടെ വേണം കഴിക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. ആദ്യം തന്നെ
എല്ലാവരും വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ ഇത് വെജിറ്റബിൾ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ബീഫ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് വൈകുന്നേരം ഡിന്നറിനാണെങ്കിൽ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് ഞാനങ്ങ് മാറ്റും, വലിയൊരു ഡിഷിലേക്ക്. കുറച്ച് വെജിറ്റബിളൊക്കെ ചെല്ലും. നോൺ വെജ് മാത്രം കഴിക്കുന്നവർക്ക് വെജിറ്റബിളൊക്കെ വയറ്റി ചെല്ലാനുള്ള ഏറ്റവും വലിയ ഒരു നല്ല ഇതാണ്, ഡിഷാണ്. ഇനി ഇതൊന്ന് വേകാനുള്ള സമയം, ക്യാബേജും വെണ്ടയ്ക്കയും വേകാനുള്ള കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 7 മിനിറ്റ്, അത് കൂടുതൽ വേണ്ട. ഞാനൊരു ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനിയും ഇത് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വെണ്ടയ്ക്ക ഇട്ടാലും മതി. ഇതിനോടൊപ്പം തന്നെ കപ്പ ഇടാം, മറ്റ് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇത് ഇരുന്ന് കുക്കാവട്ടെ. ഓക്കെ, സോ കഥ പറയണോ ഇനി? ഇതെൻ്റെ കിച്ചണിലെ മിൻറ്റ് ലീവ്സാണ്. ഫ്രഷായിട്ട് മിൻറ്റ് പറിക്കാം നമുക്ക്, ജ്യൂസൊക്കെ എടുക്കുമ്പോഴും അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന കൂടുതലും. പിന്നെ കൂടുതലായിട്ട് ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും, പക്ഷേ ഇത് ജ്യൂസിനൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ ഇതാണ് എടുക്കുന്നത്. കുറച്ച് ലീവ്സ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീനറി, കിച്ചണിലും വീട്ടിലും എല്ലാം. അപ്പോൾ കൂടുതലും ഞാൻ ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇല്ല, ഒന്നും റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ റെഡിയാവും. ഒരു കാര്യം ചെയ്യാനുണ്ട്, കഴിച്ച് സഹായിക്കണം, ടേസ്റ്റ് ചെയ്തിട്ട് കാര്യം പറയണം. കെവിനോട് ഒന്ന് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാൻ പറ. അവനാണ് കറക്റ്റായിട്ട് കുറ്റം പറയും, നല്ലതാണെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും ഒരു തരി മണത്തിനെങ്കിലും ടേസ്റ്റ് വ്യത്യാസം, മണം കൊണ്ട് പോലും ടേസ്റ്റ് പറയുന്ന ഒരാളത്. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളായിരിക്കും, എല്ലാം കറക്റ്റായിരിക്കണം. ഒന്നും അതില്ല ശരിയായില്ലേ പറയാം, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പോയേക്കാം, പിന്നെ വരാമെന്ന് പറയും. കുക്കായിട്ടുണ്ട് ഇപ്പം. ആക്ച്വലി 5 മിനിറ്റ് കഴിഞ്ഞു, 6-7 മിനിറ്റായി. നമുക്ക് തുറക്കാം അല്ലേ? തുറക്കുന്നു. നല്ലതാണോ? ടേസ്റ്റ് എരിവൊക്കെ ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഓഫ് ചെയ്തോ. അത്യാവശ്യം ഓക്കെ, റെഡി. കെവിൻ സിബിയ, കെവിൻ വാ. എന്തില്ലേ, ക്യാബേജൊക്കെ നല്ലതായിട്ട് വെച്ചില്ലേ? ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇതാക്കി ഞങ്ങളതുകൊണ്ട് രാവിലെ ചെയ്തെങ്കിലും നല്ല ബീഫ് വന്നോ? ശരിക്കും ബീഫ് എന്താ തന്നെ ടേസ്റ്റ് ചെയ്യും. ശരിക്കും അതിൻ്റെ ഗ്രേവി കുടിക്കുക. പക്ഷെ ഇങ്ങനെ ഭയങ്കര എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റിൽ കഴിക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ ഫോർമാലിറ്റിയാണ്. ഇങ്ങനെയല്ല കഴിക്കുന്നത്. അല്ല, കഴിക്കുന്നത് എങ്ങനെയാ? ഞാൻ സാധാരണ ഇതിൽ കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് ഇടാം, അതിൽ സെർവ് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ എടുത്ത് കഴിച്ചോളാൻ പറയും. ഈ എല്ലാവരും കൂടെ കൈയിട്ട് വരി കഴിക്കാന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും എല്ലാവരുടെ സ്പൂണിൽ ചുറ്റി പറക്കി പിന്നെ പെട്ടെന്ന് അത് തീരും. വെജിറ്റബിളും കഴിക്കും, ബീഫും കഴിക്കും. ഞാൻ ഇതിൻ്റെ അതിനെ പറയാൻ പറഞ്ഞു. ഇതിനെന്ന് പറയുന്ന കാറ്റിൻ്റെ പീസൊക്കെ മാറ്റിയായിരുന്നു. അപ്പം ഗ്രേവി തിളച്ചോണ്ടിരുന്നപ്പോൾ തന്നെ മേളിൽ വരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് നീറ്റായിട്ട് എടുത്തങ്ങ് മാറ്റാം. എന്നിട്ട് പിന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഇഞ്ചി കുറവുണ്ടെങ്കിലോ പച്ചമുളക് കുറവുണ്ടെങ്കിലോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യും. ബിക്കോസ് നമ്മളിതൊന്നും വഴറ്റുന്നില്ലല്ലോ.
അപ്പോൾ നേരെ ഇടുമല്ലേ, അപ്പോൾ ആ ഗ്രേവി തിളയ്ക്കുമ്പോൾ തന്നെ അത് വെന്തോളും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ഇടുന്നത്. കപ്പ ഞാൻ മണിക്കൂർ ഇടാം. കപ്പയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കാർബൊക്കെ തീർന്ന കാരണം ഇതിൽ നിർത്തി. കപ്പ അതിനകത്ത് കഷ്ണമാക്കിയിട്ടുണ്ട്. പച്ചക്കപ്പ ഇട്ടിട്ട് പച്ചക്കപ്പ അതിനകത്ത് ഗ്രേവി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. പച്ചക്കപ്പ വേകാനുള്ള സമയം എടുക്കുമല്ലോ പറ്റുമ്പോഴത്തേന്. അപ്പോൾ ആ ഗ്രേവി കിടന്ന് വരുമ്പോൾ അതിൻ്റെ ആ മസാലയൊക്കെ ശരിക്കും പിടിക്കും. ഈ വെണ്ടയ്ക്കയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ അകത്തൊക്കെ ഇതിൻ്റെ ഈ മസാല കയറിയിട്ട് മസാലയല്ല ബീഫിൻ്റെ ടേസ്റ്റ് വരും. വെണ്ടയ്ക്ക കഴിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ചാവും. ഒരാൾ സിറ്റിയായിരുന്നു വെണ്ടയ്ക്ക കഴിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ 2 കിലോ ബീഫൊക്കെ വാങ്ങിച്ചത് നിങ്ങൾക്ക് ട്രയലല്ലേ, അപ്പോൾ 1 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് അതിനകത്ത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇച്ചിരി അതിൻ്റെ നെയ്യ് വേണം. നെയ്യ് ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ വെജിറ്റബിളിലൊക്കെ പിടിക്കണം, നല്ലൊരു ടേസ്റ്റ്. എന്നിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ എല്ലാവരും കൂടെ ഒരു ഹാപ്പി മൊമെൻറ്റ് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷായിട്ടാണ് ഞാനെപ്പോഴും ഇത് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞാൻ ആക്ച്വലി ഇത് ബാലൻസ് വന്നാൽ പിറ്റേ ദിവസം രാവിലെ വെജിറ്റബിളൊക്കെ എന്തായാലും ചെയ്യും. ബാലൻസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെറുതെ സ്റ്റൂ പോലെ നീട്ടിയ സ്റ്റൂ ഉണ്ടാക്കും. അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ മസാല ഒന്നും ഇട്ടത്തില്ല, അത് മാത്രം ഇട്ടിട്ട് അത് മുട്ടത്തിൻ്റെ കൂടെയൊക്കെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം.